നമസ്കാരം. 9ാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ മിടുക്കികളെയും മിടുക്കന്മാരെയും ലേൺ വിത്ത് അമ്പിളി എന്ന എൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിക്കാനായി പോകുന്നത് ഇതാ 9ാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലി യൂണിറ്റ് 1 ഉള്ളിലുയർക്കും മഴവില്ല്. അതിൽ ഉൾപ്പെടുന്ന കുമാരനാശാൻ എഴുതിയ സുഹൃതഹാരങ്ങൾ എന്ന പാഠഭാഗം. ഈ പാഠത്തിലെ പഠന പ്രവർത്തനങ്ങളാണ് നമ്മൾ പഠിക്കാനായി പോകുന്നത്. അതിനു മുൻപായിട്ട് എല്ലാവരും എൻ്റെ ക്ലാസ് കണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ക്ലാസ്സിനെ കുറിച്ച് കമന്റുകൾ രേഖപ്പെടുത്തുക. ചെയ്യുമല്ലോ? ഇതാ പഠന പ്രവർത്തനങ്ങൾ. നമുക്ക് കവിത തുടങ്ങുന്നതിന് മുൻപായിട്ട് ഒരു പ്രവേശകം നൽകിയിട്ടുണ്ടല്ലോ. ആ പ്രവേശകവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് നൽകുന്നത്. അഭിമുഖം എന്ന പ്രവേശകത്തിലെ സെൽഫി ചിത്രം നമ്മോട് പറയുന്നത് എന്താണ്? പ്രവേശകത്തിലെ ചിത്രം ഒരാൾ സെൽഫി എടുക്കുന്നതാണ്. സ്വയം പ്രദർശന വ്യഗ്രത വർദ്ധിക്കുകയും സ്വന്തം താല്പര്യങ്ങളിലേക്ക് മനുഷ്യൻ ചുരുങ്ങിപ്പോകുകയും ചെയ്യുന്നതിന്റെ പ്രതീകമാണ് സെൽഫി എടുക്കൽ. സെൽഫി അവനവന് മാത്രം കാണുവാനും ആസ്വദിക്കാനും ഉള്ളതാണ്. അവർ ചുറ്റുപാടുകൾ കാണുന്നില്ല. മനുഷ്യൻ സ്വാർത്ഥത നിറഞ്ഞവനാകുന്നു എന്ന് മാത്രമല്ല, സമൂഹജീവി എന്ന നിലയിൽ ജീവിതത്തിൽ പരാജിതനുമാകുന്നു. ഇതാ ആ പ്രവേശകവുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം. അഭിമുഖം എന്ന കവിതയിലും പ്രവേശകമായി തന്ന ചിത്രത്തിലും തെളിയുന്ന മനോഭാവം ചർച്ച ചെയ്യുക. KG ശങ്കരപിള്ളയുടെ ശ്രദ്ധേയമായ ഒരു കവിതയാണ് അഭിമുഖം. ഒരു അഭിമുഖത്തിൽ കേട്ട ചോദ്യവും അതിനുള്ള മറുപടിയും എന്ന നിലയിലാണ് കവിത കാണപ്പെടുന്നത്. സ്വാർത്ഥതയെ ഉയർത്തിപ്പിടിക്കുന്ന ആധുനിക മനുഷ്യന്റെ പൊള്ളയായ ജീവിതത്തെയാണ് ഈ കവിത അർത്ഥമാക്കുന്നത്. തന്നെ ഇഷ്ടപ്പെട്ട് സ്വന്തം താല്പര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന സ്വാർത്ഥത നിറഞ്ഞ ഒരാളാണ് ഈ കവിതയിലെ ആഖ്യാതാവ്. എനിക്ക് ഞാൻ മാത്രം മതി, മറ്റാരും വേണ്ട എന്ന മനോഭാവം സമൂഹ ജീവിതത്തിന് വലിയ ആഘാതം സൃഷ്ടിക്കുന്നു. മനഃശാസ്ത്രത്തിൽ നാർസിസം എന്ന് വിളിക്കുന്ന ഒരു മനോഭാവമാണ് ഇത്. ഇതാ മറ്റൊരു വൺ വേർഡ് ചോദ്യം അതേ പ്രവേശകത്തിലെ. അത് കഴിയുന്നില്ലല്ലോ എന്ന പ്രയോഗം നൽകുന്ന സൂചന എന്ത്? ഇവിടെ 4 ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ആരോടും ഇഷ്ടം കൂടാൻ കഴിയുന്നില്ല, മറ്റുള്ളവരോടുള്ള ഇഷ്ടം, തന്നോടുള്ള ഇഷ്ടം കുറയുന്നില്ല, പ്രപഞ്ചത്തോടുള്ള സ്നേഹം കുറയുന്നില്ല. ഈ 4 ഓപ്ഷനുകളിൽ ശരിയായ ഉത്തരം ഒരെണ്ണമാണുള്ളത്. അതാണ് നമ്മൾ എടുത്തെഴുതേണ്ടത്. ഉത്തരം ആരോടും ഇഷ്ടം കൂടാൻ കഴിയുന്നില്ല. ഈ മാതൃകയിലായിരിക്കും എക്സാമിന് ചോദ്യങ്ങൾ വരിക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അവരവരിൽ നിന്നുള്ള ഇറങ്ങി നടത്തം. അനുഭവങ്ങളിൽ നിന്ന് അറിവിന്റെ തെളിനീരുറവകൾ. അനുഭവങ്ങൾ അറിവിന്റെ തെളിനീരുറവകളായി മാറുന്നത് എങ്ങനെ? നമ്മുടെ പാഠഭാഗം തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് നൽകിയിട്ടുള്ള ഒരു വാക്യമാണ്. അതിന്റെ ആശയം എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കൊന്ന് ചെയ്തു നോക്കാം. തനിക്ക് താൻ മാത്രം മതി എന്ന സ്വാർത്ഥത വെടിഞ്ഞ് സമൂഹത്തിനായി പ്രവർത്തിക്കാൻ തയ്യാറാകുമ്പോൾ ആഴമുള്ള അനുഭവങ്ങളും തിരിച്ചറിവുകളും ലഭിക്കുന്നു. അനുഭവങ്ങളാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന പാഠങ്ങൾ. മനുഷ്യൻ സമൂഹ ജീവിയാകുമ്പോഴാണ് അവനിലെ തിന്മകൾ മാഞ്ഞ് നന്മയുടെ പാതകൾ തെളിയുന്നത്. അറിവും അനുഭവങ്ങളും അവനെ കാര്യപ്രാപ്തിയുള്ളവനും മനുഷ്യസ്നേഹിയുമാക്കും. മനസ്സിലെ കലങ്ങിയ വെള്ളം മാറി നല്ല തെളിഞ്ഞ മനസ്സിന്റെ ഉടമയാകും. ഇനി നമുക്ക് നമ്മുടെ സുഹൃതഹാരങ്ങളിലേക്ക് പോകാം.
ആദ്യം ഒരു വൺ വേർഡ് ചോദ്യം. തൂമ തേടും തൻ പാള കിണറ്റിലിട്ട്. ഇവിടെ അടിവരയിട്ട പദത്തിന് സമാന പദം എഴുതുക. തൂമ. ഓപ്ഷൻ ഉണ്ട്. എ കറുപ്പ്, ബി വെളുപ്പ്, സി ഭംഗി, ഡി കാഴ്ച. നിങ്ങൾക്ക് ഉത്തരം അറിയാം. ഉത്തരം എന്താണ്? ഭംഗി. അടുത്തത്, ശ്രീമാന ഭിക്ഷു അങ്ങു ചെന്നർത്ഥിച്ചാൻ. ഭിക്ഷു അർത്ഥിച്ചതെന്ത്? അർത്ഥിക്കുക, അപേക്ഷിക്കുക. അല്ലയോ സഹോദരി, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു, അതിനാൽ കുറച്ച് വെള്ളം ദാഹം മാറാനായി തരിക. ഇതാണ് അർത്ഥിച്ചത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്. ദാഹിക്കുന്നു ഭഗിനി കൃപാരസ, മോഹനം കുളിർ തണ്ണീരിതാശു നീ. ഭിക്ഷു ദാഹജലം ആവശ്യപ്പെടുന്നതിലെ നാടകീയത വ്യക്തമാക്കുക. ഉത്തരം, കൊടും വേനൽക്കാലത്ത് സൂര്യന്റെ കടുത്ത ചൂട് ഭൂമിയെ പൊള്ളിക്കുന്നു. ജാതി വ്യവസ്ഥയുടെ ചൂട് സാധാരണ മനുഷ്യരെയും പൊള്ളിക്കുന്നു. ഇരു ചൂടുകളും അസഹനീയമായിരുന്നു. ഇത്തരത്തിലുള്ള ചൂടുകളാൽ പൊള്ളിയവരാണ് ഭിക്ഷുവും മാതംഗിയും. അവിടെ സ്നേഹത്തിന്റെയും സമഭാവനയുടെയും മാനവികതയുടെയും സാമൂഹ്യനീതിയുടെയും കുളിർജലം പകരുക എന്ന പുണ്യപ്രവൃത്തിയാണ് ആനന്ദ ഭിക്ഷു നടത്തുന്നത്. അടുത്തത്, ഭിക്ഷു വെള്ളം ചോദിച്ച യുവതിയുടെ പേരെന്ത്? അവൾ ആരായിരുന്നു? മാതംഗി എന്നാണ് ഭിക്ഷു വെള്ളം ചോദിച്ച യുവതിയുടെ പേര്. അവൾ ചണ്ടാലി എന്ന താഴ്ന്ന സമുദായത്തിൽപ്പെട്ടവളാണ്. ഗ്രാമത്തിന്റെ പുറത്ത് താമസിക്കുന്ന ചാമർ നായകന്റെ മകളുമാണ്. ചണ്ടാല ഭിക്ഷുകി എന്ന കവിതാഭാഗത്തെ കഥാപാത്രങ്ങൾ ആറില്ല. 2 കഥാപാത്രങ്ങളാണുള്ളത്. മാതംഗി എന്ന ചണ്ടാലി യുവതിയും ആനന്ദൻ എന്ന ബുദ്ധഭിക്ഷുവും. മറ്റൊരു ചോദ്യം, ഭിക്ഷു ദാഹജലം ചോദിച്ചപ്പോൾ മാതംഗി അമ്പരന്നതിന്റെ കാരണം എന്താണ്? താഴ്ന്ന സമുദായമായിട്ട് അക്കാലത്ത് സമൂഹം കരുതിയിരുന്ന ചാമർ ജാതിയിൽപ്പെട്ട തന്നോട് ഉന്നത വംശജനായ ഭിക്ഷു ദാഹജലം ചോദിച്ചതിനാലാണ് മാതംഗി അമ്പരന്നത്. കൂടാതെ ഉന്നത ജാതിയരെ തീണ്ടുന്നവർക്ക് പാപമുണ്ടാകും എന്ന ഒരു ഭയവും അവൾക്കുണ്ടായിരുന്നു. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് മാതംഗി ഭിക്ഷു ദാഹജലം ചോദിച്ചപ്പോൾ അമ്പരന്നു പോയത്. അടുത്തത്, നമുക്കൊരു മാതൃക നോക്കി എഴുതാം. ഇവിടെ മാതൃക തന്നിട്ടുണ്ട്. ഞാൻ ഉത്തരത്തോടു കൂടിയാണത് നിങ്ങൾക്ക് നൽകുന്നത്. വണ്ടിന വണ്ടിന്റെ ഇണ, അതാണ് മാതൃക തന്നിട്ടുള്ളത്. വണ്ടിന വണ്ടിന്റെ ഇണ. കരപുടം എങ്ങനെ നമ്മൾ എഴുതും? കരത്തിന്റെ പുടം. മറ്റൊന്ന്, സൃഷ്ടി സൃഷ്ടാവ് നമുക്ക് നൽകിയിട്ടുണ്ട്. ധനം എന്നതിന്റെ അതേ രൂപത്തിൽ നമ്മൾ എഴുതണം. ധനം, ധനികൻ എന്നാണ് എഴുതേണ്ടത്. ഇനി നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാം. വൺ വേർഡ് ചോദ്യം തന്നെയാണ്. പിന്നെ തർക്കം പറഞ്ഞില്ല യോമലാൾ, തന്നെയാണവൾ കല്ലല്ലിരുമ്പല്ല. അടിവരയിട്ട വിശേഷണം അർത്ഥമാക്കുന്നത് എന്ത്? അടിവര, കല്ലല്ലിരുമ്പല്ല എന്നത്. ഓപ്ഷൻ തന്നിട്ടുണ്ട്. കല്ലും ഇരുമ്പും, മനസ്സിന്റെ അലിവ്, മനസ്സിന്റെ കാഠിന്യം, കല്ലും ഇരുമ്പും ചേർന്നത്. കല്ലല്ലിരുമ്പല്ല എന്നതിന്റെ വിശേഷണം ഇതിൽ ഏതാണ് ശരിയായിട്ട് വരുന്നത്? മനസ്സിന്റെ അലിവാണ്. മനസ്സിന്റെ അലിവ്. ഇതാ വീണ്ടും ഒരു ചോദ്യം. പിന്നെ
ആനക്കൈത്താർ വിറയ്ക്കയാൽ പാളയിൽ ചിന്നി നിന്നു തുളുമ്പി മനോജ്ഞമായി. കൈത്താർ വിറയ്ക്കയാൽ എന്ന പ്രയോഗത്തിലൂടെ മാതങ്കിയുടെ കവി വ്യക്തമാക്കുന്ന മാനസികാവസ്ഥകൾ എന്തെല്ലാം? നമുക്കൊന്ന് ഉത്തരം നോക്കാം അല്ലേ? താൻ ചെയ്യുന്നത് പാപമാണോ എന്ന ചിന്തയിൽ മാതങ്കിയുടെ ഉള്ളിൽ ഭയം ജനിച്ചു. ആനന്ദ ഭിക്ഷുവിൽ നിന്നും ആരിൽ നിന്നും ഇതുവരെയും ലഭിക്കാത്ത സ്നേഹവും പരിഗണനയും ലഭിച്ചപ്പോൾ ഭിക്ഷുവിനോടുണ്ടായ സ്നേഹത്താലും ആണ് അവൾ വെള്ളം കൊടുക്കുന്നത്. അടുത്ത ചോദ്യം, അവൾ നീചനാരി എന്ന് സ്വയം വിശേഷിപ്പിച്ചത് എന്തുകൊണ്ടാകാം? തന്നോട് ദാഹജലം ചോദിച്ച ഭിക്ഷു ശ്രേഷ്ഠ ജാതിയിൽപ്പെട്ട ആളാണെന്ന് മാതങ്കിക്ക് മനസ്സിലായിരുന്നു. അതിനാലാണ് അവൾ നീചനാരി എന്ന് സ്വയം വിശേഷിപ്പിച്ചത്. മാതങ്കിയോട് കുടിനീർ മാത്രമാണ് താൻ ചോദിക്കുന്നത് എന്ന് ഭിക്ഷു പറയുന്നതിന്റെ പൊരുൾ എന്ത്? മനുഷ്യരെല്ലാം ഒരു ജാതിയിൽപ്പെട്ടവരാണെന്ന വിശ്വാസമാണ് ബുദ്ധമതത്തിലുള്ളത്. ജാതിയുടെ അർത്ഥശൂന്യത ബോധ്യപ്പെടുത്തുന്ന ഭിക്ഷു മാതങ്കിയെ സഹോദരിയായി കാണുന്നു. മനുഷ്യർ തമ്മിലുള്ള സ്നേഹമാണ് ഭിക്ഷുവിന്റെ വാക്കുകളിലുള്ളത്. ഇതാ വീണ്ടും ഒരു ചോദ്യം. ഭിക്ഷുവിന്റെ മറുപടി കേട്ട് മാതങ്കി നിശബ്ദയായതിന്റെ കാരണമെന്ത്? മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്കും മാനുഷിക മൂല്യങ്ങൾക്കും മേലെയല്ല ജാതി ചിന്തയും ഐത്തചിന്തയും എന്ന അറിവ് അവൾക്ക് ലഭിക്കുന്നു. കൂടാതെ തന്നെ സഹോദരിയായി കാണുന്ന ഭിക്ഷുവിന്റെ ദാഹം തീർക്കേണ്ടത് തന്റെ കടമയാണെന്നും അവൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് അവൾ നിശബ്ദയായത്. കൃപാരസ മോഹനം കുളിർ തണ്ണീർ. ഈ പ്രയോഗം കൊണ്ട് ഭിക്ഷു വ്യക്തമാക്കുന്നത് എന്തെല്ലാമാണ്? കൊടിയ ചൂടിനും ദാഹത്തിനും ശമനമുണ്ടാകുന്നു. സമഭാവനയുടെയും മാനവികതയുടെയും അടയാളമാണ് കുളിർ ജലം. മാതങ്കി ഭിക്ഷുവിന് വെള്ളം നൽകിയത് ഭിക്ഷ നൽകിയതിന് തുല്യമാണ്. ഭിക്ഷ നൽകുന്നത് ഒരു കാരുണ്യ പ്രവൃത്തിയുമാണ്. അതുകൊണ്ടാണ് കൃപാരസ മോഹനം കുളിർ തണ്ണീർ എന്ന് പറയുന്നത്. ഭഗിനി, ഓമലേ, സോദരി എന്നിങ്ങനെ ആര്യനായ ഭിക്ഷു വിളിച്ചപ്പോൾ മാതങ്കിയുടെ മനസ്സിലുണർന്ന ചിന്തകൾ എന്തെല്ലാമായിരുന്നു? അവളെ ആരും അതിനു മുമ്പ് അങ്ങനെയൊന്നും വിളിച്ചിട്ടില്ലല്ലോ. അവൾ വളരെ താഴ്ന്ന ഒരു സമുദായത്തിൽ ജാതിയിൽപ്പെട്ടവളാണല്ലോ. എല്ലാവരും അകറ്റി നിർത്തുകയല്ലേ ചെയ്തിരുന്നത്. ഇതാ ഉയർന്ന ജാതിയിലുള്ള ഒരു ഭിക്ഷു വന്നിട്ടാണ് അങ്ങനെയൊക്കെ വിളിക്കുന്നത്. അപ്പോൾ അവളുടെ മനസ്സിലുണ്ടായ ചിന്തകൾ നമുക്കൊന്ന് നോക്കാം. ഗ്രാമത്തിന്റെ പുറത്തു വസിക്കുന്ന ചണ്ടാല ജാതിയിൽപ്പെട്ടവളാണ് താനെന്നറിഞ്ഞിട്ടും ഭഗിനി, സോദരി എന്നിങ്ങനെ സ്നേഹത്തോടെ സംബോധന ചെയ്ത ഭിക്ഷുവിനോട് അവൾക്ക് സ്നേഹവും ആദരവും ആരാധനയും തോന്നിയിരിക്കണം. ഭിക്ഷുവിന്റെ വാക്കുകൾ അവളുടെ മനസ്സിൽ കാരുണ്യവും സാഹോദര്യവും ഉണർത്തുകയും ചെയ്യുന്നുണ്ട്. ഇതാ, അല്ലലെന്തു കഥയിതു കഷ്ടമേ, അല്ലലാലങ്ങു ജാതി മറന്നിതോ. മാതങ്കി ഇങ്ങനെ ചോദിക്കാനിടയായത് എന്തുകൊണ്ടാകും? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. ദാഹിച്ചു വലഞ്ഞു വന്ന ബുദ്ധസന്യാസിയായ ആനന്ദ ഭിക്ഷു കിണറ്റിൽ നിന്നും വെള്ളം കോരിയെടുക്കുന്ന ചണ്ടാല വിഭാഗത്തിൽപ്പെട്ട മാതങ്കിയെ കാണുന്നു. അവളോട് അദ്ദേഹം, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു, കുടിക്കാനായി കുറച്ച് വെള്ളം തരൂ എന്ന് ചോദിക്കുമ്പോൾ മാതങ്കി പറയുന്ന വാക്കുകളാണിത്. വർദ്ധിച്ച ദാഹത്താൽ ഭിക്ഷു ജാതി നിയമങ്ങൾ മറന്നുപോയോ എന്നാണ് മാതങ്കി ആശങ്കപ്പെടുന്നത്. കാരണം അക്കാലത്ത് ജാതി വ്യവസ്ഥ ശക്തമായിരുന്നു. തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, അയിത്തം തുടങ്ങിയ ജാതീയ അനാചാരങ്ങൾ നിലനിൽക്കുമ്പോൾ
ഏതു ദുഃഖത്തിലും ദുരിതത്തിലും ജാതിധർമ്മം മറക്കാൻ പാടില്ല എന്നും എല്ലാത്തിനേക്കാളും വലുതാണ് ജാതി എന്നും അവൾ ഓർക്കുന്നു. കൂടാതെ നീചനാരിയായ അവൾ ആര്യനായ ഭിക്ഷുവിന് വെള്ളം കൊടുത്താൽ പാപം ഏറ്റുവാങ്ങേണ്ടി വരും എന്ന പാരമ്പര്യ വിശ്വാസവും അവൾക്കുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ടാണ് അവൾ ഭിക്ഷുവിനോട് ഇപ്രകാരം ചോദിക്കുന്നത്. വളരെ പ്രാധാന്യമേറിയ ഒരു ഉത്തരമാണിത്. അതുകൊണ്ട് ശ്രദ്ധയോടെ പഠിക്കുക. മറ്റൊരു ചോദ്യം. കറ്റക്കാർ കൂന്തൽ മൂടി തലവഴി മുറ്റും ആസ്യം മറഞ്ഞു കിടക്കുന്ന ചാരുസാരി ഒതുക്കി ചെറുചിരി ചോരും ചോരിവാ ചെറ്റുവിടർത്തവൾ. മാതങ്കിയെ വാക്കുകളിൽ വരച്ചിരിക്കുന്നത് നോക്കൂ. വേറെയും വാഗ്മയ ചിത്രങ്ങൾ കാവ്യഭാഗത്തുണ്ടല്ലോ. അവ കണ്ടെത്തി ആവിഷ്കാര ഭംഗി വിവരിക്കുക. നമുക്ക് ഉത്തരം ഒന്ന് നോക്കാം. ഇതാ, ഇടതൂർന്ന കറുത്ത തലമുടി മൂടിക്കൊണ്ടും മുഖത്തെ പകുതി മറച്ചുകൊണ്ട് കിടക്കുന്ന മനോഹരമായ സാരി ഒതുക്കി ചെറുചിരിയോടെ നിൽക്കുന്ന മാതങ്കിയുടെ രൂപവും ഭാവചലനങ്ങളും വാഗ്മയ ചിത്രമായി കവി അവതരിപ്പിക്കുന്നു. ആദ്യമായി ഒരാളെ പരിചയപ്പെടുമ്പോഴുള്ള ലജ്ജ കലർന്ന സൗഹൃദ ഭാവമാണ് അവളുടെ ചെറുചിരിയിൽ തെളിയുന്നത്. കൂടാതെ നീചനാരിയായ തന്നെ സഹോദര സ്നേഹത്തോടെ ഭിക്ഷു സമീപിച്ചത് അവളുടെ മനസ്സിൽ സന്തോഷം നൽകിയതും അവളുടെ മുഖത്ത് ചെറുചിരിയായി മാറുന്നതിന് കാരണമാകുന്നു. തൂമ തേടും തൻ പാള കിണറ്റിലിട്ട് ഓമൽ കൈയാൽ കയറു വലിച്ചുടൻ. വരികളുടെ ആശയഭംഗി. കിണറിൽ നിന്നും വെള്ളം കോരുന്ന മാതങ്കിയുടെ ചിത്രം സൂക്ഷ്മമായി കവി അവതരിപ്പിക്കുന്നു. ഭംഗി പാളയ്ക്ക് മാത്രമല്ല മാതങ്കിക്കുമുണ്ട്. സുന്ദരിയായ മാതങ്കി ഉപയോഗിക്കുന്ന വസ്തുക്കളും സുന്ദരമായിരിക്കും. ഇതും ഒരു വാഗ്മയ ചിത്രം തന്നെയല്ലേ? നമുക്ക് നമ്മുടെ മനസ്സിൽ കാണാൻ പറ്റും അല്ലെ? മാതങ്കി കിണറ്റിൽ നിന്നും വെള്ളം കോരുന്ന ആ മനോഹരമായ ചിത്രം. ഇനി മറ്റൊന്ന് നോക്കാം. മറ്റൊരു ചിത്രം. പാരം വിസ്മയമാർന്നു വിസ്ഫാരിത താരയായി തെല്ലു നിന്നുമൈ കണ്ണിയാൾ. നീചനാരിയിൽ നിന്നും ഉന്നത ജാതീയനായ ഒരാൾ വെള്ളം വാങ്ങി കുടിക്കുക എന്നത് അവിശ്വസനീയമായ കാര്യമാണ്. അതിനാലാണ് അവൾ വിസ്മയമാർന്നതിന് കാരണം. നക്ഷത്രങ്ങൾ തിളക്കമുള്ളതാണല്ലോ. ഇവിടെ മാതങ്കിയുടെ കണ്ണുകൾ വിസ്മയത്താൽ നക്ഷത്രം പോലെ പ്രകാശിക്കുന്നു. സാഹോദര്യവും സമത്വവും തുടിക്കുന്ന ഭിക്ഷുവിന്റെ വാക്കുകൾ അവളുടെ ഉള്ളിൽ ഉണർത്തിയ പ്രകാശമാണ് കണ്ണുകളിൽ തിളക്കമായി മാറിയത്. ഇവിടെ തന്നിരിക്കുന്ന വരികളുടെ ആശയഭംഗിയാണ് നമ്മൾ ഇവിടെ വിവരിച്ചത്. ഒരു വിശകലന കുറിപ്പ് തയ്യാറാക്കാം. പിന്നെ തർക്കം പറഞ്ഞില്ല യോമലാൾ തന്വിയാണവൾ കല്ലല്ലിരുമ്പല്ല. താഴ്ന്ന സമുദായത്തിൽപ്പെട്ട ചണ്ടാല യുവതിയായ തന്റെ കയ്യിൽ നിന്നും ഉയർന്ന വിഭാഗത്തിൽപ്പെട്ടവർ വെള്ളം വാങ്ങി കുടിക്കുന്നത് പാപമാണെന്നുള്ള ചിന്താഗതിയാണ് ഭിക്ഷുവിന് ദാഹജലം നൽകാൻ അവളെ വിമുഖയാക്കുന്നത്. എന്നാൽ ഞാൻ ജാതിയല്ല ചോദിക്കുന്നതെന്നും എന്റെ നാവ് വെള്ളം ലഭിക്കാതെ വല്ലാതെ വരണ്ടിരിക്കുന്നുവെന്നും പറഞ്ഞ് ഭിക്ഷു കൈകൾ നീട്ടി നിൽക്കുമ്പോൾ അവൾ മറ്റെല്ലാം മറന്ന് അദ്ദേഹത്തിന്റെ കൈക്കുമ്പിളിലേക്ക് വെള്ളം പകരുന്നു. അവളിലെ മനുഷ്യത്വമാണ് ഇവിടെ കാണുന്നത്. ജാതി എന്തുമാകട്ടെ, കഷ്ടപ്പെടുന്നവരെ സഹായിക്കുക എന്ന നന്മയാണ് അവൾ ചെയ്തത്. ജീവനില്ലാത്ത വസ്തുക്കളായ കല്ലോ ഇരുമ്പോ അല്ല അവൾ എന്നതിലൂടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിയുന്ന ഉത്തമയായ ഒരു സ്ത്രീ ആയിരുന്നു അവളെന്നും മനസ്സിലാക്കാം. അവിടെ ഒരു വള്ളിയുണ്ട്, അക്ഷരത്തെറ്റ് വന്നിരിക്കുന്നതാണ്. സ്ത്ര അല്ല സ്ത്രീ. സ്ത്രീ ആയിരുന്നു അവളെന്നും മനസ്സിലാക്കാം. അക്ഷരത്തെറ്റ് വന്നതില് സദയം ക്ഷമിക്കുക. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഔചിത്യം കണ്ടെത്തുക. നീചനാരി എന്ന് സ്വയം വിശേഷിപ്പിച്ച മാതങ്കിയെ പുണ്യശാലിനിയായി വിശേഷിപ്പിച്ചതിന്റെ ഔചിത്യം കണ്ടെത്തുക.
നീചനാരി എന്ന് പറഞ്ഞിട്ട് പിന്നെ പുണ്യശാലിനിയാവുന്നുണ്ടല്ലോ. ജാതി വ്യവസ്ഥയാൽ സമൂഹത്തിൽ താഴ്ന്ന സമുദായത്തിൽപ്പെട്ടതിനാൽ മാതങ്കി താൻ നീചനാരിയാണെന്ന് കരുതുന്നു. ദാഹജലം ലഭിക്കാതെ വളരെ ദൂരം നടന്നു വന്ന ബുദ്ധഭിക്ഷുവിന് ജാതി വിവേചനമെല്ലാം മറന്ന് വെള്ളം കൈക്കുമ്പിളിൽ പകർന്നു കൊടുക്കുകയാണ് മാതങ്കി എന്ന ചണ്ടാല യുവതി. അവൾ പകർന്നു കൊടുക്കുന്ന വെള്ളത്തിന്റെ ഓരോ തുള്ളിയും പുണ്യം നിറഞ്ഞതാണ്. ഭിക്ഷുവിന് ദാഹജലം നൽകുന്നതിലൂടെ ജാതിക്കപ്പുറമാണ് മനുഷ്യത്വം എന്ന് കവി വ്യക്തമാക്കുന്നു. അതിനാൽ മാതങ്കി പുണ്യശാലിനി തന്നെയാണ്. മറ്റൊരു ചോദ്യം. അന്തമറ്റ സുഹൃതഹാരങ്ങൾ നിന്നന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം. ഈ വരികളുടെ വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക. ആനന്ദ ഭിക്ഷുവിന് മാതങ്കി വെള്ളം പകർന്നു നൽകുമ്പോൾ കവി പറയുന്നതാണ് സന്ദർഭം. മാതങ്കി ചെയ്യുന്നത് ഒരു പുണ്യപ്രവൃത്തിയാണ്. ദാഹിച്ചു വലഞ്ഞു വന്ന ബുദ്ധഭിക്ഷുവിന് പ്രതികൂല സാഹചര്യങ്ങൾ നോക്കാതെ താൻ കോരിയെടുത്ത ദാഹജലം നൽകുന്നു. നന്മ നിറഞ്ഞ പ്രവൃത്തി ചെയ്യുന്നവർ എല്ലായ്പ്പോഴും ഈശ്വരാനുഗ്രഹത്തിന് അർഹരാകും. മാതങ്കി പകരുന്ന കുടിനീരിലെ ഓരോ തുള്ളിയും ധന്യതയുടെ ഹാരങ്ങളായി മാറുന്നു. അത് മാതങ്കിയുടെ മനസ്സിന് സത്പ്രവൃത്തിയുടെ കുളിർമ നൽകുന്നു. അല്ലലെന്തു കഥയിതു കഷ്ടമേ, അല്ലലാലങ്ങ് ജാതി മറന്നിതോ. ഇവിടെ അടിവരയിട്ട പദങ്ങളുടെ സവിശേഷാർത്ഥം കണ്ടെത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ആദ്യത്തെ വരിയിൽ അല്ലലെന്ത് എന്നത് അല്ലലെന്ത് കഥയിതു കഷ്ടമേ, അവിടെ ആശ്ചര്യഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. അല്ലലാലങ്ങ് ജാതി മറന്നിതോ, അവിടെയുള്ള അല്ലൽ ദാഹം മൂലമുള്ള ദുഃഖത്തെയും സൂചിപ്പിക്കുന്നു. കാവ്യഭംഗി കണ്ടെത്തുക എന്നതാണ് അടുത്ത ചോദ്യം. മദ്യം പൊട്ടി നുറുങ്ങി വിലസുന്ന ശുദ്ധ കണ്ണാടി കാന്തി ചിതറും നീർ, ആർത്തിയാൽ ഭിക്ഷു നീട്ടിയ കൈപ്പൂവിൽ വാർത്തു നിന്നിതേ മെല്ലെ കുനിഞ്ഞവൾ. മാതങ്കി ആനന്ദ ഭിക്ഷുവിന് ദാഹജലം നൽകുന്ന സന്ദർഭത്തെ സൂചിപ്പിക്കുന്ന വരികളാണിത്. വിറയ്ക്കുന്ന കൈകളിൽ നിന്നും പകരുന്ന ദാഹജലം ശുദ്ധ കണ്ണാടിയുടെ ശോഭ നിറഞ്ഞതാണ്. ഭിക്ഷുവിന്റെ കൈക്കുമ്പിളിലേക്ക് ദാഹജലം പകരുന്ന മാതങ്കിയുടെ ചിത്രം വാക്കുകളിലൂടെ കവി ഇവിടെ വരച്ചിരിക്കുന്നു. ഇതാ ഒരു വൺവേഡ് ചോദ്യം. സുഹൃതഹാരം എന്ന പദം ശരിയായ പദച്ചേരുവയിൽ എഴുതുക അല്ലെങ്കിൽ കണ്ടെത്തുക. സുഹൃതഹാരം ഓപ്ഷൻ ഉണ്ട്. സുഹൃതവും ഹാരവും, സുഹൃതത്തിനുള്ള ഹാരം, സുഹൃതങ്ങളുടെ ഹാരം, സുഹൃതത്തിനു വേണ്ടിയുള്ള ഹാരം. ഏതാണ് ശരി ഉത്തരം? സുഹൃതങ്ങളുടെ ഹാരം. അടുത്ത ചോദ്യം. വണ്ടിന ചെന്നു മുട്ടി വിടർന്ന ചെന്തണ്ടലരല്ലി കാട്ടി നിൽക്കും പോലെ, വരികളിലെ കാവ്യഭംഗി കണ്ടെത്തുക. ചെന്താമരപ്പൂവ് പ്രഭാത സൂര്യന്റെ കിരണങ്ങളാൽ മൂടി പുതച്ച് നിൽക്കുമ്പോൾ ഒരു വണ്ട് വന്ന് സ്പർശിക്കുന്ന മാത്രയിൽ വിടരുന്നു. ആനന്ദ ഭിക്ഷുവിന്റെ സാന്നിധ്യത്തിൽ ശോഭിക്കുന്ന മാതങ്കിയെ ചെന്താമരയോടും ഭിക്ഷുവിനെ വണ്ടിനോടും ഉപമിക്കുന്നു. കൂടാതെ വരികളിൽ രണ്ടാമത്തെ അക്ഷരം ഒരുപോലെ വന്നിരിക്കുന്നതിനാൽ ദ്വിതീയാക്ഷര പ്രാസഭംഗിയും കാണാവുന്നതാണ്. അടുത്ത ചോദ്യം. മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണ്. ശ്രീനാരായണ ഗുരു. എന്റെ സാമൂഹിക ദർശനം 3 വാക്കുകളിൽ സംഗ്രഹിക്കാവുന്നതാണ്. സത്യം, സ്വാതന്ത്ര്യം, സാഹോദര്യം. ഡോക്ടർ BR അംബേദ്കർ. ശ്രീനാരായണ ഗുരുവും അംബേദ്കറും മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട് കാവ്യഭാഗത്ത് എത്രത്തോളം പ്രകടമാകുന്നുണ്ട്? നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിച്ച് ചണ്ടാല ഭിക്ഷുകിയുടെ സമകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ ഒരു പ്രഭാഷണം തയ്യാറാക്കുക. പ്രഭാഷണമാണല്ലോ. മാന്യ സദസ്സിന് വന്ദനം. കേരള നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരു
കേരളീയ സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെയും ജാതി വേർതിരിവുകൾക്കെതിരെയും ശബ്ദമുയർത്തി. ഗുരുവിന്റെ ശിഷ്യനായ കുമാരനാശാൻ ഗുരുവിന്റെ പാത പിന്തുടരുകയും കവിതകളിലൂടെ സമൂഹത്തിലെ തിന്മകളെ എതിർക്കുകയും ചെയ്തു. ചണ്ടാല ഭിക്ഷുകി ജാതി വ്യവസ്ഥ എന്ന അനാചാരത്തെ എതിർക്കുന്ന ഒരു കാവ്യമാണ്. ദാഹജലം ചോദിക്കുന്ന ആനന്ദ ഭിക്ഷുവിന് ജാതിയിൽ താഴ്ന്നവളായ മാതങ്കി വെള്ളം കൊടുക്കാൻ മടി കാണിക്കുന്നത് ജാതി വിവേചനം എന്ന അനാചാരം നിലനിൽക്കുന്നത് കൊണ്ടായിരുന്നു. താൻ ജാതിയല്ല ചോദിക്കുന്നത്, ദാഹത്താൽ വലഞ്ഞു നിൽക്കുന്ന എനിക്ക് അല്പം ദാഹജലം ഭയമില്ലാതെ തരികയെന്ന് ഭിക്ഷു പറയുമ്പോൾ അവളിലെ മനുഷ്യ സ്നേഹം ഉണരുകയും ഭിക്ഷുവിന് ദാഹജലം നൽകുകയും ചെയ്യുന്നു. ജാതിയും മതവുമല്ല, മനുഷ്യരെല്ലാവരും ഒന്നാണെന്നും പരസ്പരമുള്ള സ്നേഹമാണ് വേണ്ടതെന്നും കവി ഭിക്ഷുവിന്റെ വാക്കുകളിലൂടെ വ്യക്തമാക്കുന്നു. മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണ് എന്ന ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകൾ ചണ്ടാല ഭിക്ഷുകിയിൽ ആശാൻ ആവിഷ്കരിക്കുന്നു. പിന്നോക്ക വിഭാഗത്തിൽ ജനിച്ചതുകൊണ്ട് ജാതി വിവേചനത്തിന്റെ ഭീകരതകൾ സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ച മഹത് വ്യക്തിയാണ് ഡോക്ടർ BR അംബേദ്കർ. അതിനാൽ അദ്ദേഹം ജാതിയും മതവുമല്ല മനുഷ്യന് വേണ്ടത്, മനുഷ്യ മഹത്വമാണ് എന്ന് ചിന്തിച്ചു. എന്റെ സാമൂഹിക ദർശനം 3 വാക്കുകളിൽ സംഗ്രഹിക്കാവുന്നതാണ്: സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ പ്രസക്തമാണ്. മനുഷ്യ പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്ന ജാതി വ്യവസ്ഥയെ എതിർക്കുകയാണ് ഗുരുവും അംബേദ്കറും ചെയ്തതെന്ന് നിസ്സംശയം പറയാം. നന്ദി, നമസ്കാരം. അടുത്തത് നാടകീയത മുറ്റി നിൽക്കുന്ന കാവ്യഭാഗമാണല്ലോ സുഹൃതഹാരങ്ങൾ. രംഗപശ്ചാത്തലം, സംഘർഷം, സംഭാഷണം തുടങ്ങിയ ഘടകങ്ങൾ മുൻനിർത്തി കാവ്യഭാഗത്തെ ഒരു ലഘുനാടകമായി അവതരിപ്പിക്കുക. നമുക്ക് ഈ കവിതയെ ഒന്ന് നാടകമാക്കാം. രംഗം: നീണ്ട പാതയുടെ അരികിൽ ഒരു കിണർ. വഴിയുടെ ഇരുവശവും വൃക്ഷങ്ങൾ തിങ്ങി നിൽക്കുന്നു. സുന്ദരിയായ ഒരു യുവതി പാള കൊണ്ട് വെള്ളം കോരുകയാണ്. താഴെ വച്ചിരിക്കുന്ന മൺകുടത്തിലേക്ക് വെള്ളം ഒഴിക്കുന്നു. ഇതാണ് രംഗം. മാതങ്കി: ഈ കിണറുള്ളത് എത്ര നന്നായി, അല്ലെങ്കിൽ വെള്ളത്തിനായി എവിടെ പോകും? ദൂരേക്ക് ശ്രദ്ധിച്ചിട്ട്, ആരോ വരുന്നുണ്ടല്ലോ, അറിയാത്ത ആളാണ്, എന്റെ അടുത്തേക്കാണല്ലോ ദൈവമേ വരുന്നത്. ആനന്ദ ഭിക്ഷു: കാഷായ വസ്ത്രം ധരിച്ച, തലമുണ്ടനം ചെയ്ത അതീവ തേജസ്സുള്ള ഒരു യുവ സന്യാസി. അല്ലയോ സഹോദരി, വഴി നടന്ന് ക്ഷീണിച്ചു വരികയാണ്. എനിക്ക് വല്ലാതെ ദാഹിക്കുകയും ചെയ്യുന്നു. ഭവതി കോരിയെടുക്കുന്ന വെള്ളത്തിൽ കുറച്ചെനിക്ക് കുടിക്കാനായി തന്നാലും. മാതങ്കി ഞെട്ടലോടെ: അയ്യോ, അങ്ങ് എന്താണ് പറയുന്നത്? ദാഹം കൂടിയപ്പോൾ അങ്ങ് ജാതിയെല്ലാം മറന്നുപോയോ? ഞാൻ താഴ്ന്ന സമുദായത്തിൽ പെട്ടവളാണ്. എന്റെ കയ്യിൽ നിന്നും അങ്ങയെപ്പോലുള്ളവർ വെള്ളം വാങ്ങി കുടിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നത് വലിയ പാപമാണ്. ആനന്ദ ഭിക്ഷു ക്ഷീണിതനായി: അല്ലയോ സോദരി, ഞാൻ ജാതി അല്ലല്ലോ ചോദിച്ചത്. എന്റെ നാവ് വരണ്ടതിനാൽ ദാഹം മാറ്റാനായി ഞാൻ കുറച്ചു വെള്ളമല്ലേ ചോദിച്ചത്. നീ ഭയം വെടിഞ്ഞ് ദാഹജലം എനിക്ക് തന്നാലും. കൈ നീട്ടി നിൽക്കുന്നു. മാതങ്കി തല ഉയർത്തി ഭിക്ഷുവിനെ നോക്കി പുഞ്ചിരിക്കുന്നു. തുടർന്ന് ഭിക്ഷുവിന്റെ കൈകളിലേക്ക് വിറയ്ക്കുന്ന പാളയിലെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. ഈ സമയത്ത് വേദിയുടെ പുറകിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുന്നു: പുണ്യശാലിനി, നീ ഇപ്പോൾ പകർന്നു കൊടുത്ത ഓരോ തുള്ളി ജലവും നിന്റെ അന്തരാത്മാവിൽ സുഹൃതഹാരങ്ങളായി മാറും. ആനന്ദ ഭിക്ഷു നന്ദിയോടെ നടന്നു നീങ്ങുന്നു. അല്പനേരം അത് നോക്കി നിന്ന മാതങ്കി പതുക്കെ കുടമെടുത്ത്
എതിർദിശയിലേക്ക് നടക്കുന്നു. എങ്ങനെയുണ്ട്? നിങ്ങൾക്കൊന്ന് അഭിനയിക്കാൻ പറ്റുമോ? രണ്ടുപേരും മതിയല്ലോ, ഒന്ന് ചെയ്തു നോക്കൂ. അടുത്ത ചോദ്യം. ഭിക്ഷുവിന് കുടിനീർ പകർന്നു നൽകിയ മാതംഗിയുടെ ജീവിതത്തിൽ പിന്നീടുണ്ടായ പരിവർത്തനങ്ങൾ എന്തെല്ലാം? കുറിപ്പ് തയ്യാറാക്കുക. ഇത് നമുക്ക് പഠിക്കാനുള്ള കവിതയെ തുടർന്ന് വരുന്ന ഭാഗങ്ങളാണ്. മാതംഗിയുടെ ജീവിതത്തിൽ പിന്നീട് നടന്ന കാര്യങ്ങൾ. ജാതി ശ്രേണിയിൽ ഏറെ പിന്നോക്കം നിൽക്കുന്ന സമുദായത്തിൽപ്പെട്ട മാതംഗിയോട് ഉന്നത കുലജാതനായ ആനന്ദ ഭിക്ഷു കുടിക്കാൻ വെള്ളം ചോദിക്കുന്നിടത്ത് നിന്നാണ് കവിത ആരംഭിക്കുന്നത്. മനുഷ്യർക്കിടയിൽ ജാതി വ്യത്യാസങ്ങൾ പാടില്ലെന്ന് പറഞ്ഞ ആനന്ദൻ മാതംഗിയിൽ നിന്നും വെള്ളം വാങ്ങി കുടിക്കുന്നു. മനുഷ്യ സമത്വത്തിന്റെ ഈ ദർശനം മാതംഗിക്ക് പുതിയ പ്രകാശമാണ് നൽകിയത്. ബുദ്ധമതത്തിന്റെ തത്വങ്ങളിലേക്ക് ആകൃഷ്ടയായ മാതംഗി ആനന്ദ ഭിക്ഷുവിനെ തേടി വീട് വിട്ടിറങ്ങുന്നു. ഒടുവിൽ അവൾ ഒരു ബുദ്ധസംഘത്തിൽ ചേർന്ന് ബുദ്ധ ഭിക്ഷുണിയായി മാറുന്നു. ചണ്ടാല ഭിക്ഷുകി എന്ന തലക്കെട്ട്, പാഠത്തിന്റെ തലക്കെട്ട് ഈ കാവ്യത്തിന് എത്രമാത്രം യോജിക്കുന്നു? സ്വാഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക. ജാതിബോധത്തിന്റെ ഇടുങ്ങിയ കോട്ടകളെ തകർത്തുകൊണ്ട് മനുഷ്യ മനസ്സിൽ സാമൂഹ്യ പരിവർത്തനം നടത്താനാണ് കവി ഈ കവിതയിലൂടെ ശ്രമിക്കുന്നത്. ഭിക്ഷുകി എന്ന പദം അക്കാലത്ത് ജാതി വ്യവസ്ഥയിൽ മേൽത്തട്ടുകാർ ഉപയോഗിച്ചിരുന്നതാണ്. ഈ പദം വ്യക്തികളോടോ ജാതി പേരുകളോടോ ചേർത്താണ് അക്കാലത്ത് ഉപയോഗിച്ചിരുന്നത്. ഒരിക്കലും താഴ്ന്ന വിഭാഗക്കാരുടെ പേരിനോടൊപ്പം ഉപയോഗിച്ചിരുന്നില്ല. ചണ്ടാലി എന്ന ജാതി നാമത്തോടൊപ്പം ഭിക്ഷുകി എന്ന പദം ചേർത്ത് കുമാരനാശാൻ തന്റെ കാവ്യത്തിന് ചണ്ടാല ഭിക്ഷുകി എന്ന തലക്കെട്ട് നൽകി. അത് ക്രാന്തദർശിയായ കവിയുടെ സാമൂഹ്യ നീതിക്കായുള്ള ശക്തമായ ഒരു ആയുധമായിരുന്നു. കൂടാതെ കവിയുടെ ജാതി വിവേചനത്തിനെതിരെയുള്ള ഒരു വെല്ലുവിളിയുമായിരുന്നു ഇത്തരത്തിലൊരു തലക്കെട്ട് എന്ന് പറയാം. ഇതാ ഒരു ചോദ്യം കൂടി. സുഹൃതഹാരങ്ങൾ പകരുന്ന ജീവിത പാഠം എന്ന വിഷയത്തിൽ ഒരു പ്രഭാഷണം തയ്യാറാക്കാൻ ആവശ്യപ്പെടുന്നു. വിഷയം സുഹൃതഹാരങ്ങൾ പകരുന്ന ജീവിത പാഠം. മഹാകവി കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകി എന്ന കാവ്യത്തിലെ ഒരു ഭാഗമാണ് സുഹൃതഹാരങ്ങൾ എന്ന പാഠഭാഗം. പാതയരികിലുള്ള കിണറിൽ നിന്നും വെള്ളം കോരിയെടുക്കുന്ന മാതംഗി എന്ന ചണ്ടാല യുവതിയോട് ദാഹജലം ചോദിക്കുന്ന ആനന്ദ ഭിക്ഷുവിൽ കവിത തുടങ്ങുന്നു. ദാഹം മാറാനായി അല്പം വെള്ളം കൊടുക്കുന്നത് കുറ്റമാണോ എന്ന് നമ്മൾ ചിന്തിക്കാം. കഥ നടക്കുന്ന കാലത്ത് അത് കുറ്റം തന്നെയായിരുന്നു. കാരണം ജാതീയമായ വേർതിരിവു തന്നെ. താഴ്ന്ന ജാതിയിൽപ്പെട്ടയാൾ ഉയർന്ന ജാതിക്കാരെ കണ്ടാൽ പോലും അയിത്തം കൽപ്പിക്കുന്ന കാലമായിരുന്നു അത്. ഈ സാഹചര്യത്തിൽ ആനന്ദ ഭിക്ഷുവിന് ദാഹജലം നൽകിയ മാതംഗി മനുഷ്യത്വത്തിന്റെയും സ്നേഹത്തിന്റെയും ഉത്തമ ഉദാഹരണമാണ്. ഒരു മനുഷ്യന്റെ ജീവനാണ് വലുത്, മറ്റൊന്നുമല്ല എന്ന ചിന്തയാൽ ഏതു പാപവും ഏറ്റുവാങ്ങാൻ തയ്യാറായ മാതംഗിയെ ആണ് കാവ്യത്തിൽ കാണുന്നത്. കാലം എത്ര പുരോഗമിച്ചിട്ടും ഇന്നും ജാതി കോമരങ്ങൾ നാട്ടിൽ അഴിഞ്ഞാടുന്നുണ്ട്. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ജാതിക്കും മതത്തിനുമല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, മറിച്ച് മനുഷ്യത്വത്തിനാണ് എന്ന അനുഭവ പാഠമാണ് കവിത നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. മനുഷ്യരായ നമ്മൾ ഒന്നാണെന്ന ചിന്തയിൽ പ്രവർത്തിച്ച് ജാതിമത ഉച്ചനീചത്വങ്ങൾ ഇല്ലാതെയാക്കണം എന്ന അറിവും കാവ്യഭാഗം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. സുഹൃതഹാരം എന്ന കാവ്യഭാഗത്തു നിന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ഞാൻ നിങ്ങൾക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു. അവയെല്ലാം നന്നായിട്ട് പഠിക്കുക. ഈ പാഠത്തിൽ നിന്നും വരുന്ന ഏതൊരു ചോദ്യത്തിന്റെയും ഉത്തരം നിങ്ങൾക്ക് നിഷ്പ്രയാസം എഴുതാനും സാധിക്കും. അപ്പോൾ എല്ലാവരും, ഞാൻ പഠന പ്രവർത്തനങ്ങൾ നൽകുന്നതിന് മുൻപ് ഈ കാവ്യഭാഗത്തിന്റെ പാഠവിശദീകരണം ഒരു വീഡിയോ ആയിട്ട്
ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും കയറി കാണണം. ഈ പഠന പ്രവർത്തനങ്ങൾക്ക് ശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.